ഹലോ ഫ്രണ്ട്സ്, നന്ദിനിയാണേ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ വീഡിയോ അല്ല, എൻ്റെ കിച്ചൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിന്ന് ഡേ സ്പെഷ്യലാണ്. കാരണം അച്ഛനും മോനും ശബരിമലയ്ക്ക് പോയിട്ട് ഇന്നെത്തുന്ന ദിവസമാണ്. ഡിസംബർ 29-ാം തീയതി അവർ പോയിട്ട് 31-ാം തീയതി തിരികെ വരേണ്ടതാണ്. ഭയങ്കര തിരക്ക്. അവർ കാനനപാതയിലൂടെയാണ് പോയത്. അപ്പോൾ കുഞ്ഞുകുട്ടികളുടെ സേഫ്റ്റി നോക്കണ്ടേ. ഇവർ ഒരു 29 പേര് വലിയ ആൾക്കാരുണ്ടായിരുന്നു. വലുതല്ല, ടോട്ടല് അതിൽ 9 പേര് കുഞ്ഞുമക്കളായിരുന്നു. അമ്പാടിയുടെ പ്രായമൊക്കെ ഉള്ള കുഞ്ഞുമക്കളായിരുന്നു. അപ്പോൾ അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് അവർ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് മല കയറാൻ പോയത്. അത് അവരുടെ യാത്രയൊക്കെ സുഖമായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 4-5 മണിക്ക് തിരികെ വീട്ടിലെത്തുമെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാൻ രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒരു 2 മണിയായി ഞാൻ, കാരണം ന്യൂ ഇയർ അല്ലേ, കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങി പോന്നു. പോകുമ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കറിക്ക്. വരുന്ന വഴിക്ക് നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ആയിട്ട് വന്നപാടെ കണ്ണന് ഫുഡ് കൊടുത്ത് ഉറക്കി. കാരണം ഓൾറെഡി ലേറ്റാണ്, 2 മണി കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കിച്ചണിൽ കയറുമ്പോൾ 2:30 മണിയെങ്കിലും ആവും. അപ്പോൾ പിന്നെ അവനെ ഉറക്കാണ്ടിരിക്കുമ്പോൾ അവൻ രാവിലെ എടുത്തിട്ട് പോയതാണ്. അപ്പോൾ അവന് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഉറക്കിയിട്ട് എൻ്റെ പരിപാടികൾ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവനെ ഫുഡ് കൊടുത്ത് ഉറക്കി. അവൻ നല്ലതായിട്ട് ഉറങ്ങി. ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് അവൻ ഉറങ്ങി. പിന്നെ ഇന്നിപ്പോൾ സ്പെഷ്യൽ വേറെ ഒന്നുമല്ല, ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കപ്പ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ രാവിലെ തന്നെ റൈസിലിറക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നപാടെ കപ്പ ഒരു സൈഡിൽ കുക്കറിലാക്കി ഫ്രൈ ആദ്യമേ ചെയ്ത് മാറ്റി വെച്ചു. കാരണം ഫ്രൈ ചെയ്തില്ല, അത് മസാലക്കൂട്ടുമൊക്കെ റെഡിയാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ചിക്കൻ കറി വയ്ക്കാൻ നിൽക്കുന്നു കേട്ടോ. ചിക്കൻ കറി വയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഓരോരോ പണികൾ, ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്നേരമൊക്കെ ചെയ്ത് മാറ്റി. എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കും കേട്ടോ. ചില സമയത്ത് അയ്യോ, എത്ര ശ്രമിച്ചാലും ജോലിയും നീങ്ങൂല. ചില ദിവസങ്ങളെനിക്ക് ഭയങ്കര ബോറാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ, എനിക്ക് കിച്ചനും വൃത്തിയാവില്ല, വീടും വൃത്തിയാവില്ല, പുറത്ത് വന്ന പണികൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കണ്ണനും ഉറങ്ങിയല്ലോ, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റി. ചിക്കൻ കറിയും ബീഫ് കറിയും അത് മീൻ തലക്കറിയൊക്കെ വയ്ക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണേ. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഓൺ വോയിസ് ചെയ്യാനായിട്ട് നല്ല മടിയുണ്ട് കേട്ടോ. കാരണം പാറപ്പുറത്ത് ഉരയ്ക്കുന്ന സൗണ്ട് പോലുള്ള സൗണ്ടാണ് എൻ്റേത് എന്നാണ് എനിക്കും പൊതുവിൽ എൻ്റെ സൗണ്ട് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. പിന്നെ ഇതിപ്പോൾ കുക്കിംഗ് അല്ലേ, ചില വീഡിയോയ്ക്ക് നമുക്ക് ലെങ്ത് അനുസരിച്ച് നമുക്ക് വോയിസ് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. കുക്കിംഗ് പ്രോസസ്സൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. അവർ വരുമ്പോഴേക്കും ചോറ് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ വന്നപാടെ ചോറ് കഴിക്കുമെന്ന് എനിക്കറിയില്ല. ദോശയോ പുട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, ചിക്കൻ കറി ഉണ്ടല്ലോ. അന്നേരം എന്താണോ വേണ്ടത് അത് വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കരുതണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്ത് വെച്ചത്. പക്ഷെ 4-5 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്തിയപ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലെ ഉത്സവം ഇന്ന് 6-ാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്കിന്ന് അങ്ങോട്ടും പോകണം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം തീർത്തിട്ട് എനിക്ക് വൈകിട്ട് അമ്പലത്തിലും പോകേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എല്ലാ പണികളും തീർത്തു. പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് വെച്ചപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി എനിക്ക് വെയിലത്ത് കൊണ്ട് പാത്രം കുറച്ച് സമയം ഉണക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ. അത് ഉണക്കിയിട്ട് വേണം റീപ്ലേസ് ചെയ്യുന്ന. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. പിന്നെ ഇതുപോലെ കിച്ചൺ കിട്ടും ഭയങ്കര ഒരു സമാധാനമാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പം അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഊണ് കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.